ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഡ്രസ് കണ്ടോ ഗൈസ്, എന്തൊരു കളർ നോക്കിയാണ്. നമ്മൾ ഒരേ കണക്കത്തെ ടീഷർട്ട് നെബുവിന് നമ്മൾ റെഡ് ടീഷർട്ട് നോക്കിയിട്ട് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബ്ലൂ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഇത് തന്നെ നല്ലതല്ലേ, അവളിവിടെ റെഡ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോയത്? ഗിയർ മാറ്റുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. അത് പറയില്ല. നമ്മള് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് ഗസ് ചെയ്യാമോ? അതിനു മുന്നേ ഇവിടെ വേറൊരാളുണ്ട്, ഇവിടെ ബേക്കിൽ ഒളിച്ചിരിക്കുന്നു. അമ്ന കമോൺ. അമ്നയാണ് നമ്മുടെ ക്യാമറമാൻ. അതുകൊണ്ട് നമ്മൾ അമ്നെ എവിടെയും കൊണ്ടു. അങ്ങനെ നമ്മള് 3 പേരും കൂടെ ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണെന്ന് നമുക്ക് 2 പേർക്ക് മാത്രമേ അറിയാവുള്ളൂ, അല്ലേ അമ്ന? നമ്മൾ നാച്ചിയെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. കാര്യം നാളെ നമ്മുടെ നാച്ചിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോ ഒരു ചെറിയ കേക്ക് കട്ടിങ് അല്ലേ? കേക്കൊന്നും വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞു. കേക്ക് വേണ്ട കാര്യം, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഏത് ഇത് ചെറുതായിട്ട് എന്തായാലും ഇന്ന് 12 മണിക്ക് നമുക്ക് പുറത്ത് വെച്ച് ഹാപ്പി ബർത്ത്ഡേ പറയാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പ്ലാനിങ് ഒന്നും ഇല്ല, വെറുതെ അല്ലേ. ട്രിവാൻഡ്രത്തോട്ട് പോവാന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഇന്ന് മഴയില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയാൻ വയ്യ. ചെറിയ മഴ ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോ, പക്ഷെ ഇല്ല. അപ്പൊ നമ്മള് തിരുവനന്തപുരത്തോട്ട് പോവാനായിട്ട് പോകുന്നു. ഇനി അവിടെ ചെന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാം, അല്ലേ? ഓക്കെ. പക്ഷേ മഴ പെയ്താൽ നമുക്ക് പ്ലാൻ ചേഞ്ച് ആക്കാം, അല്ലേ അമ്മ? എന്താണ് പ്ലാൻ? നോക്കട്ടെ എന്താണെന്ന്, അല്ലേ? അങ്ങോട്ട് ചെന്നിട്ട് തീരുമാനിക്കാം. ഓക്കേ, എന്താണ് അതിന് നമ്മളൊന്നും തീരുമാനിച്ചില്ലല്ലോ, അല്ലേ? പ്ലാൻ നമ്മള് മുന്നേ ചെറുതായിട്ടല്ലേ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും നടക്കൂല. നൈറ്റ് മഴ, പിന്നെ അല്ലേ, ഒന്നും നടക്കൂല. നമ്മൾ തന്നെ അത് മാറ്റി. എന്തായാലും നാളെ ചെറിയ ഒരു പകല്. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ വരും. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് 24-ാം തീയതി. നല്ല പടം എല്ലാരും പോയി കാണണം. ഷുവർ ഹിറ്റ് ആണ്. ബ്ലോക്ക് ബസ്റ്റർ. തലവൻ തലവനെ ആ പാട്ടിടാം. അപ്പൊ ഫോട്ടോ കാണിച്ചു. അപ്പോ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഓക്കേ, ടാറ്റാ. തലവന്റെ പാട്ട് ഞങ്ങൾ ഇട്ടിരിക്കുന്നു. ഗൈസ്, നമ്മൾ എന്തോന്ന് വെച്ചി കടയുടെ പേരെന്തോ? മന്തി മനസ്സിൽ. നമ്മൾ പറഞ്ഞതുപോലെ നല്ല മഴയുണ്ടല്ലേ വെളിയിലതുപോലെ. അല്ല, നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടക്കൂലായിരുന്നു ഗൈസ്. വെളിയിൽ നല്ല മഴയാണ് ഗൈസ്. നമ്മളങ്ങനെ ഒരു മന്തി കഴിക്കാനായിട്ട് മന്തി മനസ്സിൽ. ഇനി ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് നമ്മൾ 12 മണിക്ക് കേക്ക് കട്ട്. അപ്പോൾ
മന്തി കൊണ്ടുവരും. ഓക്കെ നെബു മന്തി കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. താറാവേ താറാവേ നിധി കളിക്കുന്നു. ഇതായിരുന്നു നല്ല സർപ്രൈസ്. കഥയിലൊരു ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ ടെസ്റ്റ് ഭയങ്കര ടെസ്റ്റ് ആയിപ്പോയി. ബാക്കി ഇവരെ മൂന്നുപേരും പ്രതീക്ഷിച്ചായിരുന്നു. ഇത് മഴ കാരണം നമ്മുടെ പ്ലാനിങ് നീ പേടിക്കണ്ട, അവർക്ക് ഫുള്ള് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് Happy birthday to you. Happy birthday to you. Happy birthday to you. Raji. Happy birthday to you. Thank you. എടുക്കാല്ലോ. അക്കൗണ്ടിലെ പൈസ തന്നാൽ മതി. ഓ ഇനി ഉമ്മയൊക്കെ കൊടുത്തോ? ഒറിജിനൽ സാധനം അതൊന്നും വേണ്ട. ഞാൻ അങ്ങനെ വണ്ടിക്ക് ഇറങ്ങി. എന്റെ കൊച്ചിനെ എവിടെ? എന്റെ കൊച്ചിനെ എവിടെ? പാടാക്കളെ. ഓ ഞാൻ പറഞ്ഞേ പോലെ പുറകെ വരുമോ? അയ്യോ നമുക്ക് ഫോട്ടോ എടുത്തില്ല. രജയാണ് എടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് വോയിസ് കട്ടായ കാര്യം അറിഞ്ഞത്. വീഡിയോ എല്ലാം നാച്ചി പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. ഭയങ്കര നാച്ചി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ നാച്ചി ഭയങ്കരമായിട്ട് സർപ്രൈസായി. നാച്ചിക്ക് സന്തോഷമായി. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതെന്തായാലും നടന്നു.
ഞങ്ങൾ ശംഖുമുഖത്ത് വെച്ചാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ ചെന്ന് വണ്ടി നാച്ചിയെ കൊണ്ട് അവിടെ എത്തിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളുടെ വണ്ടിയുടെ ബേക്കിലാണ് മാറിയാണ് നിന്നത്. പക്ഷെ നാച്ചി കുറച്ച് ക്ലൂ ഒക്കെ കിട്ടിയത് കൊണ്ട് നാച്ചി വണ്ടി കണ്ടായിരുന്നു, ഇവരുടെ വണ്ടി കണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ആരൊക്കെയോ വന്നെന്ന് മനസ്സിലായി. പക്ഷെ എവരൊക്കെയാണ് എന്ന് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞങ്ങൾ 11:45 നല്ല മഴ. എന്തായാലും മനസ്സിലായി അവിടെ നിന്നതിന് നടക്കൂലെന്ന്. അങ്ങനെ നേരെ നമ്മൾ കഴക്കൂട്ടത്തെ ബ്രിഡ്ജിൻ്റെ താഴെയാണ് വന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ മഴ നനയില്ലല്ലോ. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ട് വിട്ടു. അവരെ കണ്ട് അവിടെ വെച്ച് കണ്ട് നേരെ അവരുടെ അടുത്ത് അവിടെ വരാൻ പറഞ്ഞു. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവരൊക്കെ ഉണ്ടെന്ന് നാച്ചി കണ്ടത്. എന്തായാലും എല്ലാം നല്ലപോലെ നടന്നു. ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.